കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവ് ഇന്ന് എല്ലാം തുടങ്ങുന്നവരുണ്ട്. വീട്, അതുപോലെ തന്നെ മക്കളുടെ വിവാഹ വിഷയങ്ങൾ, അല്ലെങ്കിൽ ചെറുകിട വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ, പ്രോജക്റ്റുകൾ, പദ്ധതികൾ, അല്ലെങ്കിൽ വിദേശ യാത്രയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം തുടങ്ങി വെക്കുന്നവരുണ്ട്. അവരെല്ലാം ഞാൻ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ് മനസ്സിന് വല്ലാത്ത ഭാരം കൊണ്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വീട്ടിൽ ഇരുന്ന് പോയവരുണ്ട്. കുറ്റവരുടെ മരണം കാരണം, ഉടയവരുടെ വേർപാട് കാരണം ഹൃദയഭാരം കയറി നടക്കുന്നവരുണ്ട്. ലവ് അഫെയറിൽ പോലും പരാജയപ്പെട്ട ആൾക്കാർ മനസ്സിന് ചത്താലും കുഴപ്പമില്ല എന്നൊക്കെയുള്ള മാനസികാവസ്ഥയിൽ മനസ്സ് ചത്തിരിക്കുന്നവരുണ്ട്. വികടമായ ഒരു മാനസികാവസ്ഥയാണെങ്കിൽ പോലും ആൾക്കാർ അനുഭവിക്കുന്നൊരു സങ്കടമാണത്. ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തൂങ്ങിയിട്ട് അവസാനം അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശ, അതും ദൈവികമായ റെഫർ ചെയ്യുന്ന വിഷയങ്ങളല്ല. ദൈവത്തിൻ്റെ അരൂപി, ദൈവത്തിൻ്റെ ഹിതമല്ല. അവരുടെ സ്വന്തം ഇഷ്ടത്തിൽ പോയിട്ട് അതിൽ നിന്ന് കിട്ടിയ പരാജയം കൊണ്ട് അവരനുഭവിക്കുന്ന, അവർ തന്നെ വേലിയെ കിടക്കുന്ന പാമ്പിനെടുത്ത് ഓളെ വെച്ചതല്ലേ. പക്ഷേ എങ്കിലും മനുഷ്യനാണല്ലോ ആ വിഷമം അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ വിഷയമാക്കുന്നത്. കർത്താവ്, അങ്ങനെ സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ കൊലവെറിയായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. സ്വന്തം കുറ്റങ്ങൾ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കുരുക്കിലായിപ്പോയവരുണ്ട്. അവരെല്ലാം അഴിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദേവമാതാവിനെ ഞാൻ അവരെ ഏൽപ്പിക്കുന്നു. അവരുടെ കഴിവുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ ഇനി പറ്റത്തില്ല. ദൈവമേ, കൃപാസതി ഉടമ്പടി എടുത്ത 10,000 മനുഷ്യരുടെ നന്മ പ്രവർത്തിയുടെ ശക്തിയാൽ, ദൈവത്തിൻ്റെ പ്രത്യേകമായ കരുണയാൽ ഇങ്ങനെയുള്ള വിഷയബുദ്ധമായ സാഹചര്യങ്ങളിൽ ചെന്ന് ചാടിയവർ യേശുക്രിസ്തുവിനകത്ത് വീണ്ടെടുക്കപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ഞാൻ അവരെ ആശീർവദിക്കുന്നു. സഭയുടെ അധികാരത്തിൽ ആശീർവദിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയിൽ ആശീർവദിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കുന്നു. ജോലിയില്ലാത്തവർ, ജോലിക്ക് പോയിട്ട് ഗതി പിടിക്കാതിരിക്കുന്നവർ, പണം, നമ്മൾ അധ്വാനിച്ച പണം കണ്ടവൻ്റെ കയ്യിൽ അകപ്പെട്ടിട്ട് ചോദിച്ചിട്ട് പോലും കിട്ടാതെ നിരാശപ്പെട്ട് നടന്നിട്ട് അവിടുന്ന് തൊഴിൽ പോലും നഷ്ടപ്പെട്ടു, ചോദിച്ചതിൻ്റെ പേരിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ, ഇങ്ങനെ ഓരോ തരത്തിലും മനുഷ്യൻ്റെ അപ്പുറത്ത്, കഴിവിൻ്റെ അപ്പുറത്ത് അവൻ്റെ ഉത്തരവാദിത്വം അല്ലാതെ തന്നെ അനുഭവിക്കുന്ന, ഒത്തിരി വേദന അനുഭവിക്കുന്ന സഹോദരനുണ്ട്. അവരെല്ലാം ഈ സമയത്ത് പരിശുദ്ധ അമ്മ ദേവമാതാവിനെ ഏൽപ്പിക്കുകയാണ്. മാതാവിൻ്റെ മധ്യസ്ഥ ലഭിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ട് പല കുഞ്ഞുങ്ങളും ട്യൂബിലായിപ്പോയവർ, അവസാനം ട്യൂബ് തന്നെ കണ്ടിച്ച് കളഞ്ഞിട്ടുള്ളവർ, ഇനി എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ കുഞ്ഞുങ്ങളില്ലാതെ എങ്ങനെ ജീവിക്കും. പക്ഷേ ചിലരൊക്കെ അങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതിനേക്കാൾ നേരം മരിക്കുകയാണ്. അവർ ചുമ്മാ പറയണതാണ്. ദൈവത്തിൻ്റെ ആഴമായ വിശ്വാസമില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടാകുമ്പോൾ ഉടനെ നിരാശ വലിഞ്ഞു കയറിയിട്ട് മനുഷ്യൻ്റെ ശരിക്കും അലൈൻമെൻറ്റ് പോകും, മനസ്സിൻ്റെ അലൈൻമെൻറ്റ് പോകും. എന്നിട്ട് അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും. കർത്താവെ, അങ്ങനെയുള്ളവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങളെ ആവശ്യിക്കട്ടെ. മനസ്സിന് കരുത്തില്ലാത്തവരെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിച്ചുകൊണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ ധൈര്യശാലിയായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്നെ ഞാൻ ശക്തിപ്പെടുത്തുന്നു. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, പവർ ഓഫ് ഹിസ് സ്പിരിറ്റ്, ടച്ച് വിത്ത് ഫയർ ഫിംഗർ, സക്ക് വിത്ത് പ്രഷ്യസ് ബ്ലഡ്. കർത്താവ്, തൊഴിലില്ലാത്തവർ, ജോലിയില്ലാത്തവർ, പരീക്ഷ എഴുതുന്നവർ, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, പണം നഷ്ടപ്പെട്ട് തിരിച്ച് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, അത് ബാങ്കിൽ ലോണിന് പോകുന്നവർ, ഇങ്ങനെ ഓരോരോ കാര്യത്തിന് വേണ്ടി, ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയും നിക്കക്കല്ലില്ലാത്ത രീതിയിൽ പരക്കം പാഞ്ഞിരിക്കുന്ന എല്ലാ മക്കളും, കർത്താവ് ആരും സഹായിക്കാനില്ലെന്ന് വേദനിച്ച് ഉള്ളുരുകി നടക്കുന്നവരുടെ മേൽ കർത്താവിൻ്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കൃപാസനത്തിൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചു പോയിട്ടുള്ള 10,000 മനുഷ്യരുടെ സൽപ്രവൃത്തികളെ ഇന്ന് വേദനയും തേങ്ങ അനുഭവിക്കുന്നവർക്ക് അത്താണിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. Lord, in peace, Spirit of power and grace.